മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്പിന്റെ മറവിൽ കോടികൾ തട്ടിയ കേസിലെ പ്രതികളെ കൊച്ചി സൈബർ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. 2023-ലുണ്ടായ ഡാറ്റ ചോർച്ചയിലാണ് പ്രതികൾക്ക് വാഹന ഉടമകളുടെ വിവരങ്ങൾ ലഭിച്ചത് എന്നാണ് സൂചന. പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് 10,000-കണക്കിന് വാഹന ഉടമകളുടെ വിവരങ്ങളാണ് ചോർന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, ഈ ആപ്പുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വന്നത്. എന്തായാലും ഈ പ്രതികളെ ഇനി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഖി, വലിയ ഒരു തട്ടിപ്പാണ് ഈ പരിവാഹൻ്റെ പേരിൽ പ്രതികൾ നടത്തിയിട്ടുള്ളത്. വലിയ തോതിൽ വിവരച്ചോർച്ച നടത്തുകയും അതിലൂടെ തട്ടിപ്പ് നടത്തുകയുമാണ് ചെയ്തത്. 50 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് നിലവിൽ മാത്രം ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല 96 പരാതികളാണ് നിലവിൽ കൊച്ചി നഗരത്തിൽ മാത്രം, കൊച്ചി കേന്ദ്രമാക്കി മാത്രം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി വലുതാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ആളുകളുടെ വിവരങ്ങൾ പൂർണ്ണമായും തന്നെ ചോർത്തിയിട്ടുണ്ട്. പരിവാഹനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെയും ഒപ്പം തന്നെ അതിന്റെ ഉടമകളുടെയും എല്ലാം തന്നെ വിവരങ്ങൾ പൂർണ്ണമായും ചോർത്തിക്കൊണ്ട് മറ്റ് ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഡാർക്ക് വെബ്സൈറ്റുകളിലടക്കം ഇത് വിൽപ്പനയ്ക്ക് വെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രതികൾ ഡാർക്ക് വെബ്സൈറ്റിൽ നിന്ന് പല ആളുകളുടെയും ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത വിവരങ്ങൾ പലതും ചോർത്തിയെടുക്കുകയും അത് വാങ്ങി ദുരുപയോഗം ചെയ്യുകയും കൈമാറ്റം ചെയ്യുകയും എല്ലാം ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ കൂടുതൽ പ്രതികളുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഈ നിലവിൽ പിടിയിലായ 2 പേർക്കപ്പുറം കൂടുതൽ ആളുകളുണ്ട്. ഇതിലൊരാൾ നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പോലീസ് തിരയുന്ന അല്ലെങ്കിൽ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള ഒരാളെന്ന് പറയുന്നത് 16 വയസ്സുള്ള ആളാണ്. ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് പോലീസ് പ്രധാനമായും ആലോചിക്കുന്നത്. ഈ MBK ഫയൽ ഉണ്ടാക്കിയത് ഇയാളാണ്. ഈ MBK ഫയൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയത്. സാധാരണ നിലയിൽ ആപ്പുകൾ ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ അവിടെയാണ് കൃത്രിമമായി ഈ ആപ്പുകൾ ഉണ്ടാക്കി MPK ആപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് പരിവാഹന്റെ പേരിൽ വലിയ തട്ടിപ്പുകൾ നടത്തുകയും ചെയ്തത്. പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രമാണ് പരിവാഹന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്നത് മറിച്ച് ചില മെസ്സേജുകൾ ആളുകളിലേക്ക് വരുന്നു. ആ മെസ്സേജ് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം നൽകുന്നു. അങ്ങനെ ആ മെസ്സേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ വലിയ തോതിൽ പിഴ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ പേരിലും ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലും എല്ലാം തന്നെ വലിയ പിഴ ചുമത്തിയിരിക്കുന്നു മോട്ടോർ വാഹന വകുപ്പ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരിക. ആ മെസ്സേജിലെ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാനും പൈസ അടക്കുന്നതിന് വേണ്ടിയും പിഴ അടക്കുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ അതിലെ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യണമെന്ന ഒരു നിർദ്ദേശം കൂടി ഉണ്ടാകും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടു കൂടിയാണ് വിവരങ്ങൾ മുഴുവൻ പൂർണ്ണമായും തന്നെ ചോർത്തി എടുക്കുന്നത് എന്നും അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. വിശദമായ ഒരു അന്വേഷണത്തിന് തന്നെയാണ് സൈബർ പോലീസ് ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്പിന്റെ മറവിൽ നടന്ന കോടികൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുടെ വിശദാംശങ്ങളാണ് ജിജീഷ് കരുണാകരൻ പങ്കുവച്ചത്. ഈ കേസിലെ പ്രതികളെ കൊച്ചി സൈബർ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്നുമുണ്ട്. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ ആപ്പുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ.